ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഫസ്റ്റ് തന്നെ ഇപ്പോ കുഞ്ഞുട്ടി നമ്മളെ സാധാ കിണറ്റിലെ മോട്ടർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഈ മറ്റേ കിണറ്റിൽ ഇടാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ജോയിന്റ് ഒക്കെ ഒപ്പിച്ചിട്ട് ഇടാൻ വേണ്ടി നോക്കുകയാണേ. പക്ഷേ അന്നത് സംഗതി നടന്നിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇടാൻ നോക്കുമ്പോ മറ്റേ കിണറിന് നല്ല ഇത് വലിക്കാമാണല്ലോ. അപ്പൊ ഇതിന് അത്ര ഇങ്ങോട്ട് ദമ്മില്ലേനി. അതുകൊണ്ട് വെള്ളം വല്ലാണ്ട് കേറി വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ചിച്ചൻ്റെ അച്ചിച്ചൻ്റെ പണിയെടുക്കണല്ലോ, അങ്ങനെ നോക്കിക്കണല്ലോ. അച്ചിച്ചൻ്റെ പണിയൊക്കെ എടുക്കും. നിങ്ങൾ പണിയൊന്നും എടുക്കാതെ അച്ചിച്ചൻ്റെ ഇപ്പച്ചി അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നതാണ് ഈ അസിസ്റ്റന്റ് കേട്ടോ. ഓൻ പറയാ ഞാൻ അച്ചിച്ചന്റെ ആണ്, ഇപ്പച്ചിന്റെ അച്ചിച്ചന്റെ ആണ് എന്നാണ് ഓൻ പറയുന്നത്. അന്നതങ്ങനെ വെറുതെ ഒരു പണി എടുത്തു എന്നല്ലാതെ അങ്ങോട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. അന്ന് ആ ബോട്ടിന്റെ റിസൾട്ട് അറിയുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ 4-ാം തീയതി. അപ്പൊ അന്ന് കുഞ്ഞുട്ടി രാവിലെ കുറച്ചു നേരം ഇങ്ങനെ മെനക്കെട്ടു പറ്റുമോന്നൊക്കെ നോക്കി. പക്ഷെ ഒരു ഇത്തിരി വെള്ളം മാത്രം വന്നുകാണ്ട് പിന്നെ അവിടെ നിന്ന് വലിക്കാൻ കഴിയണുണ്ടായില്ല. അപ്പം പോയിങ്ങാണ്ട് മോട്ടറിനൊക്കെ ഓർഡർ ഒക്കെ കൊടുത്തിക്കണം കേട്ടോ. അന്ന് കടയിൽ പോയി നോക്കുമ്പോ കടയിൽ മോട്ടർ ഇല്ല. പോലെ പിറ്റേന്നൊക്കെ എത്തിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ കൊടുത്ത് പോന്നിക്കാണ് കേട്ടോ. പോയിക്കാ പച്ചിയാണേ പോവില്ല. ചോദിക്കാ ഇഞ്ച പശിനെ തുറണ്ട അവിടെ നിന്ന് ഇഞ്ച പശിനെ തുറണ്ട. വണ്ടിമ പോകണേ ചെവി. അപ്പൊ ഇനി മോട്ടറൊക്കെ വന്നതിന്റെ ശേഷം നല്ലോണം വെള്ളം അടിച്ച് ഒഴിവാക്കിയിട്ട് വേണം പിന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ. അതിൻ്റെ ഉള്ളിൽ ഓല് ആ പൈപ്പ് പൊട്ടിച്ചിട്ട് ഓയിലും കാര്യങ്ങളും പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് വെറുതെ വെള്ളം മറന്നൊക്കെ സെറ്റാക്കി നോക്കി എന്നുള്ളൂ കേട്ടോ. എന്താ പിറ്റേ ദിവസത്തെ എടുത്ത വീഡിയോസ് ആണ് ഇത്. ഇന്നലെ അന്തിക്ക് നല്ല മഴയൊക്കെ പെയ്ത് ഇന്നലെ എനിക്കും കുഞ്ഞുട്ടിക്കും അന്തിക്ക് ഇവിടെ തടം ശരിയാക്കി കൊടുക്കുന്ന പണിയേനി കേട്ടോ. കാരണം അന്ന് പറപ്പൊടിയും അതും ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കിടക്കീന്. അപ്പൊ കിണറ്റിക്ക് വെള്ളം ചാടാത്ത രീതിയിൽ അവിടെയൊക്കെ ചാലൊക്കെ കയറി കൊടുത്ത് വെള്ളം പോകാനുള്ള സ്പേസ് ഒക്കെ സെറ്റാക്കി മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നല്ല പണിയുണ്ട് കേട്ടോ കുഞ്ഞുട്ടിക്ക്. ഞാൻ കൊടിയും ചൂടി രാത്രിക്ക് പിടിച്ചു കൊടുക്കാനും അങ്ങനെ ഒരു 11 മണിയാകോളം മുറ്റത്ത് കൂടെ നടക്കുന്ന പണിയാണ് കേട്ടോ. രാത്രി നല്ലൊരു മഴ പെയ്ത് ഭൂമിയൊക്കെ നനഞ്ഞ് നല്ലൊരു ഉഷാറ് കിട്ടില്ല മഴ, തണുക്കാൻ മാത്രമുള്ള മഴയും പെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ മോട്ടർ എത്തും വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും പോലും ഇങ്ങോട്ട് എത്തിച്ചേരാ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പം വൈകുന്നേരത്ത് വരികയാണെങ്കിൽ വൈകുന്നേരം തന്നെ ആള് വന്ന് ഫിറ്റ് ചെയ്തും തരാൻ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ വയറിങ്ങാരൻ. അപ്പം മോട്ടർ വരട്ടെ, അതിന് മുന്നേ നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക്. നമുക്ക് കല്യാണമൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ കല്യാണത്തിന് അല്ല വളയും മാലയൊക്കെ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. കൊറിയർ വഴി ഒരു 4 ദിവസം കൊണ്ട് പോസ്റ്റ് വഴി സംഗതി എനിക്ക് എത്തിയിട്ടുണ്ടായിനി കേട്ടോ. പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലെന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം വേഗം ഒളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു തരുന്നത്. എൻ്റെ നഖത്തുമ്മക്ക് നിങ്ങൾ നോക്കണ്ട, ഞാൻ ചെറുതായിട്ടൊന്ന് ഉച്ചക്ക് മൈലാഞ്ചിട്ട് കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ. ഇനി അതാണ് ഒരു മഞ്ഞ കളർ, മഞ്ഞയും ചുവപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓഞ്ഞ കളറ്. ഞാൻ 1-2 പ്രാവശ്യം കൂടി ഇട്ടെങ്കിലേ ആ നഖം ഒരു വൃത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു മോതിരാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി കല്യാണത്തിനൊക്കെ ഇട്ട് കണ്ട തിളങ്ങാൻ പറ്റിയ മോതിരാണ് കേട്ടോ. ഇത് ആൻറ്റി താർണിഷ് ജ്വല്ലറി ഇല്ലേ, അതാണ് കേട്ടോ സംഗതി. ഇപ്പം എല്ലാവരും ഇങ്ങനത്തതാണല്ലോ ഇടുക, ഇങ്ങനത്തെ റോസ് ഗോൾഡ് ഒക്കെയാണല്ലോ ഇടുക. ഞാനും ഇങ്ങനത്തെ വളയൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പം അതേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മാല ഒരു സിമ്പിളായിട്ടുള്ള കല്ലൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാല. വലിയ ഹെവി എന്നല്ലാതെ സിമ്പിളൊക്കെ തിരയണവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 2 ഇയറിങ്സും ഉണ്ട്. പിന്നെ ഇതാ 2 വള കേട്ടോ. ഇങ്ങനത്തെ വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വള തന്നെയാണ് കേട്ടോ. ഇത് ഇടാനും ഊരാനും എളുപ്പമാണല്ലോ സംഗതി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അതേപോലെ ഇങ്ങോട്ട് വാച്ചൊക്കെ ഇടുമ്പോൾ ഇങ്ങോട്ട് ഇടാനും ഊരാനും സിമ്പിളാണല്ലോ. മറ്റേ സാധാ വള മാതിരി കുത്തിക്കൊള്ളിക്കണ്ടല്ലോ. എനിക്ക് കയ്യിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിക്കൊള്ളിക്കണത് ഭയങ്കര ഇടങ്ങാറാണ്. കാരണം ഏത് വളയാണെങ്കിലും എനിക്ക് ഇവിടെ വണ്ണം കുറവാണ് കേട്ടോ. പക്ഷേ ഈ കയ്യിൻ്റെ വിരലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പണിയാണ്. കയ്യിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് എത്തിയാൽ
പാകാണേനും. അപ്പൊ എനിക്കൊക്കെ ഇത് നല്ല ഉഷാറാ. ഇത് ഇങ്ങനെ ഇടാനും ഊരാനൊക്കെ ഉഷാറാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ വള അതേനു. മാല ഞാൻ ശരിക്കും ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. എന്റെ കൈ വെച്ചിട്ട് അതൊരു ഭംഗിയില്ല. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഇയറിങ്സ്. നമുക്ക് ഏത് ഡ്രസ്സുക്കും ഇടാൻ പറ്റും. പല കളർ ഉണ്ടായതുകൊണ്ട് ഏത് ഡ്രസ്സുക്കും ഇടാം. സിമ്പിളാണ്. സിമ്പിളായിട്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഹെവി അല്ലാത്ത സിമ്പിളായിട്ടുള്ള. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മാല സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ ഈ കാണിച്ചതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓല ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ വാങ്ങിച്ച കുറച്ചേ ഞങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പം കളക്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പം ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പം വേഗം ഓർഡറൊക്കെ കൊടുത്താൽ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ലാത്തോല് വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിച്ച 4 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. എനിക്ക് 4 ഒരേപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമായ സമയത്താണ്. ഇമ്മ വന്നിട്ടില്ലേനോ, മറ്റേ കുഴൽക്കിണർ അടിക്കണം എന്ന് ഇമ്മ വന്നീനു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ. അപ്പം അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നത് ഇനി ചക്ക. അതിപ്പോൾ 2 ദിവസമായി അവിടെ നിന്ന് നല്ല പോലെ പഴുത്ത് വന്നിക്കണം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു നമുക്ക് ചക്കടിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് കഴിക്കണം. അപ്പം ഇന്നിപ്പോൾ ഞാൻ ചക്ക അടയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കൺഫ്യൂഷനാണ് കേട്ടോ. ചക്ക അരച്ചുങ്ങാണ്ട് ഉണ്ടാക്കണോ അതോ അതിൻ്റെ ഫില്ലിങ്സിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞുങ്ങാണ്ട് ഉണ്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്താണെന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഇനിയിത് ഈ ചോളയൊക്കെ പറിച്ചെടുക്കുമ്പോഴത്തേന് ഞാൻ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അങ്ങനെ ആ കാര്യത്തിൽ ഞാൻ വേഗം തീരുമാനം ഉണ്ടാക്കി എടുത്തിക്കണേ. ഇനി വേഗം ചക്ക അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ ചക്ക ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ആ ഫില്ലിങ്സിൻ്റെ കൂട്ടത്തിൽ കൂടെ ചേർക്കാനാണ്. അപ്പോൾ ഒരു രസമുണ്ടാവും. ഏത് രീതിയിലാണെങ്കിലും ചക്ക നല്ല രസമാണല്ലോ. അപ്പം 4 മണിക്ക് ചായക്കടിക്കാണ് കേട്ടോ ഈ ഉണ്ടാക്കണത്. 4 മണിക്ക് ചായക്കടി ഉണ്ടാക്കാൻ പൊതുവേ മടിയാണിച്ച്. പക്ഷെ ഇന്നെന്താവോ ചെറുതായിട്ടൊരു മഴയൊക്കെ വരുന്നുണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു ത്വര ഭയങ്കരമായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു ചായക്കടി ഇങ്ങോട്ട് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചട്ടിക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചക്കച്ചോള അരിഞ്ഞു വന്നപ്പോൾ ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു മുറി തേങ്ങയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതും വെച്ചിട്ട് ആണ് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ടേനെ. പിന്നെ ഒരച്ച ശർക്കര ഞാൻ ഒരുക്കി വെത്തിന് കേട്ടോ. അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിക്കണേ. പിന്നെ തേങ്ങയും ചേർത്ത് ചക്ക നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടൊന്നുമില്ല. ഈ ഫില്ലിങ്സിൽ ഇങ്ങനെ കടന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ ആ ശർക്കരൻ്റെ ഒക്കെ ഒന്ന് ഇതിക്കൊന്ന് ഇതായി വരുമ്പോഴത്തേനൊക്കെ സെറ്റായി കിട്ടും. അപ്പം ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുത്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയം കൊണ്ട് നമ്മുടെ അരിപ്പൊടി കുഴച്ച് മാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാഴൻ്റെലൊക്കെ വെട്ടി ചെറുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഫില്ലിങ്സിൻ്റെ കാര്യം സെറ്റ് ആയിക്കണേ. അതങ്ങനെ സിമ്മിൽ കടന്നിട്ട് ആ ശർക്കര പാനിയൊക്കെ ഇതിക്ക് നല്ലപോലെ പിടിച്ച് അതിൻ്റെ അടിയിൽ ഞാനൊരു ഏലക്കായ് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നു. ഏലക്കായിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴാണ് അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കണത് കെറ്റിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വാഴൻ്റെ ചെറുതാക്കി എടുത്തുക്കണം കേട്ടോ. ചെറിയ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ അതിൻ്റെ തട്ടൊക്കെ വെച്ചിട്ട് ആണ് കേട്ടോ വേവിച്ചെടുക്കൽ. അത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. വലിയൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിൽ ഇതാക്കൽ. അപ്പം ഇപ്പം കെറ്റിൽ വന്നതിൻ്റെ ശേഷം ഇങ്ങനത്തെ ആവിക്ക് വേവിക്കാനുള്ള സംഗതികളൊക്കെ ഞാൻ വേഗം കെറ്റിലാണ് ഇതാക്കുക. അതാകുമ്പോൾ ചെറിയ ഒരു പാകത്ത് നമുക്ക് ഒതുക്കത്തിന് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണേനും പെട്ടെന്ന് പരിപാടി കഴിയും ചെയ്യും. അപ്പം പിന്നെ അതിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലയിലൊക്കെ ഒന്ന് പരത്തി അതിൻ്റെ ഉള്ളിൽ ഇതാ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തു. കുറച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതിന് കേട്ടോ. ഫില്ലിങ്സ് കുറച്ചുള്ളതിന് ചക്ക ഞാൻ വിചാരിച്ചിനി ഇഷ്ടം പോലെ ഉണ്ടാവും. അരിഞ്ഞ് വന്നപ്പോൾ അത്രേ ഉണ്ടായിട്ടുള്ളതിന് കേട്ടോ. അപ്പൊ പിന്നെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് തികഞ്ഞില്ല സംഗതി. എല്ലാവർക്കും ഒരു 2 വീതം എടുക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ ആ ഫില്ലിങ്. വെറുതെ കഴിക്കാൻ രസമായിന്. നീമോളും ഇതേനും അത് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് കൊടുക്കാതെ ഞാൻ ഫില്ലിങ്സ് ഒക്കെ എടുത്തേക്കാൻ വേണ്ടി പാത്തിച്ചിക്കേനി. അപ്പൊ നമ്മള് പരത്തി എടുത്തതൊക്കെ ഞാനിതാ ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴത്തേന് അത് വെന്ത് വരും. 4 ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പൊ അത് ആവി കയറ്റി വെന്ത് വരുമ്പോഴത്തേന് മറ്റേതും ശരിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കറണ്ടിനാണ് കെറ്റില് പ്രവർത്തിക്കുക. അപ്പൊ ചിലപ്പോ കറണ്ട്
നല്ല മഴ വരാൻ ഉണ്ട് ട്ടോ. ഇരുട്ടായി ഇങ്ങനെ നിൽക്കണേ. അപ്പൊ മഴ ഇങ്ങോട്ട് ഭൂമിക്ക് എത്തിയാൽ ചിലപ്പോൾ കറണ്ട് അതിന് മുന്നേ തന്നെ ബൈ പറഞ്ഞു പോകും. അപ്പോഴേക്കും നമ്മൾ കെറ്റിലിന്റെ പരിപാടി അവസാനിപ്പിച്ചാൽ വിചാരിച്ചിട്ട് ഞാൻ വേഗം ആവണത് കെറ്റിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മളെ മോട്ടർ ഇന്ന് എത്തും എന്ന് പറഞ്ഞിട്ടില്ലേനോ. അപ്പൊ ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്ന പിന്നെ ഇന്ന് ഫിറ്റ് ചെയ്യണതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനേ. പക്ഷേ നമ്മളെ മോട്ടർ ഇന്ന് വന്നിട്ടില്ല. ഇന്നിപ്പോ ആള് വൈകുന്നേരത്ത് വിളിച്ചു പറഞ്ഞ് ഇപ്പൊ രാത്രിക്കാണ് എത്തിയത്. അപ്പം ഒരു ഓട്ടോയിൽ പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോക്കാരന് എന്തോ ഒരു അത്യാവശ്യം ഉണ്ട്. അപ്പൊ രാവിലേക്കൊക്കെ എത്തിച്ചേരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഫിറ്റ് ചെയ്യലും കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പം അത്രക്കേനു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ. പിന്നെ അട്ടയൊക്കെ റെഡിയായി. അത് ആ ചൂട് കൊടുക്കാൻ തന്നെ സെനിക്കുട്ടന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാനത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് കൊടുത്തിക്കാണ്ട് ചെയ്തിനത്. എന്നിട്ട് ഇതിലും ചെറുത് പീസാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂടൊന്ന് പെട്ടെന്നാറാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. മോട്ടർ കൊണ്ടുവന്നത് ഫിറ്റ് ചെയ്യുന്നതും ചിലപ്പോൾ കല്യാണത്തിൻ്റെ വ്ളോഗ് കേൾക്കാറട്ടോ. ഇനിയിപ്പോൾ നാളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം നാളെ പോകും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറേശ്ശൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.